SSFന്റെ സമ്മേളനം നടക്കുന്നത്. എന്താണ് വെല്ലുവിളിയെന്ന് ഒരുപക്ഷെ ചിന്തിക്കാത്തവരുണ്ടാകാം. വാസ്തവത്തിൽ വളരെയധികം അഗ്നി പരീക്ഷണങ്ങൾക്ക് വിധേയമായി ഇവിടെ കാത്തു സൂക്ഷിക്കപ്പെട്ടതാണ് ഇസ്ലാം. അതിന്റെ തനതായ വിശ്വാസം നിലനിർത്തിപ്പോരുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ നേരിട്ട വെല്ലുവിളികൾക്ക് കണക്കൊന്നുമില്ല. ഇസ്ലാമിന്റെ പ്രാരംഭ ഘട്ടത്തിൽ ഉണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാം. ശേഷം നാല് മദ്ഹബിന്റെ ഇമാമുകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ, ആദർശം പറഞ്ഞതിന്റെ പേരിൽ പലരും ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട്. ചാട്ടുപാടുകൾ കൊണ്ട് അടികൊള്ളേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ, മത നേതാക്കൾ എക്കാലവും ശത്രുക്കളുടെ ആക്രമണങ്ങൾക്ക് വിധേയമായി അവരുടെ കെണിവലകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും തേടി പ്രവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ചരിത്ര യാഥാർത്ഥ്യം നമ്മെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ SSFന്റെ സമ്മേളന പ്രമേയം സാമ്രാജ്യശക്തിയെ വിസമ്മതിക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു ഭൗതിക മുദ്രാവാക്യമാണ്, ആത്മീയതയിലേക്ക് നയിക്കുന്ന മുദ്രാവാക്യമല്ല എന്നുവരെ പറയുന്ന വിവരമില്ലാത്തവർ ഇവിടെ ഉണ്ട്. വാസ്തവത്തിൽ മനുഷ്യനെ, മുസ്ലിം സമുദായത്തെ ആത്മീയതയിൽ നിന്ന് അടർത്തിയെടുത്തതും മുഴുവനും സാമ്രാജ്യ ശക്തികൾ, വൈദേശിക അധിനിവേശ ശക്തികൾ മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവരടങ്ങിയിരിക്കുകയില്ല. വലൻ തർളാ അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇസ്ലാമിന്റെ എതിർശക്തികൾ ഒരിക്കലും പൊരുത്തപ്പെടുകയില്ല നബിയേ. ഹത്താ തത്തബിഅ മില്ലതഹും, അവരുടെ മാർഗത്തോട് തങ്ങൾ അനുഗമിക്കുന്നത് വരെ അവർ പൊരുത്തപ്പെടുകയില്ല. എക്കാലവും അവർ മുസ്ലിം സമുദായത്തെ അവരുടെ മതത്തിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നവരാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. അതല്ലേ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈയിടെ സൈറ്റ് തുറന്നു നോക്കുമ്പോൾ ഒരിക്കൽ കാണാൻ കഴിഞ്ഞത് വിശുദ്ധ ഖുർആനിന് പകരമായി ജൂതന്മാർ ഖുർആൻ എന്ന പേരിൽ ഒരു കൃതി ഉണ്ടാക്കുകയാണ്.
ഇന്നും അത് സൈറ്റിൽ കിടന്ന് ലോകം മുഴുക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു, വായിച്ചുകൊണ്ടിരിക്കുന്നു. നാം അതേ സൈറ്റുകളിലൂടെ വെല്ലുവിളി നടത്തി പരിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു സൂറയോട് കിടപിടിക്കുന്ന സൂറ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നാണ് ഖുർആനിന്റെ വെല്ലുവിളി. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് സയ്യിദുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഇന്നും നിലനിൽക്കുന്നു എങ്കിൽ ആ വെല്ലുവിളി ഞങ്ങൾ ആവർത്തിക്കുകയാണ്. നിങ്ങൾക്ക് കഴിയുമോ എന്ന് നാം ഇന്റർനെറ്റിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും അവരോട് ചോദിച്ചു എങ്കിൽ മറുപടിയില്ലാതെ അവരുടെ പ്രവർത്തനം അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.